എന്നാലും ഈ സിനിമയെ പറ്റി നമ്മുടെ ലാംഗ്വേജ് അല്ലല്ലോ, അതുകൊണ്ട് ഈ സിനിമയെ പറ്റി ഞാൻ ചെറിയൊരു ബ്രീഫ് തരാം. Myself is Sunil, film director of this movie. This is my 13th movie, sorry, 12th movie. Go on. Please welcome. Please sit down. Next. Yes. Next I invite our So first time ನಾವು ನಮ್ಮ ಒಂದು ಕನ್ನಡ ಮೂವಿನ ಕೇರಳ ಜನಕ್ಕೆ ತೋರಿಸ್ಬೇಕಂತೇಳಿ ಈ ಒಂದು ತೆರೆ ಮೇಲೆ ತಂದಿವಿ. ಮೋಡ ಕವಿ ಮೇಘಮೌನ ಮೂವಿ. ಸೊ ನಾನು ತಿಳ್ಕೊಂತೀನಿ ನಮ್ಮ ಮೂವಿನ ನೀವೆಲ್ಲ ಇಷ್ಟಪಡ್ತೀರ ಅಂತ ಹೇಳ್ಬಿಟ್ಟು ಆ ಲೆವೆಲ್ ನಾವು ಮಾಡಿದ್ವಿ. ನಮ್ಮ ಮೇಘಮೌನ ಟೀಮ್ ಎಲ್ಲ ತುಂಬ ಚೆನ್ನಾಗಿ ಸಪೋರ್ಟ್ ಮಾಡಿ ಎಲ್ಲ ತುಂಬ ಚೆನ್ನಾಗಿ ಮಾಡಿದ್ದಾರೆ. ಸೊ ನೀವೆಲ್ಲ ನೋಡಿ, ನೀವು ಫ್ಯಾಮಿಲಿನ ಕರ್ಕೊಂಡೋಗಿ ನೋಡಿ. ನಾವು ಅಲ್ಲಿಂದ ಇಲ್ಲಿ ಒಂದೇನೋ ಒಂದು ಅದ್ಭುತವಾದ ಮೂವಿ ತಗೊಂಬಂದಿದ್ವಿ, ಒಳ್ಳೆ ಒಂದು 2 ಲವ್ ಸ್ಟೋರಿ ತಗೊಂಬಂದಿದ್ವಿ. But not fluently. But my next film definitely I will learn language and I will come back here. My name is Shivam. This is my first film in Kannada Modaka Javatarana in Malayalam Meghamounam. Thank you. It's my first Malayalam film, so obviously I have a lot of butterflies inside my stomach, and you all received us with so much love. I'm truly grateful for this honor, and I'm looking forward to speak more in a while. Thank you so much. ഇടയിലുള്ള പാട്ടുകൾ മലയാളത്തിലേക്ക് മ്യൂസിക് ഡയറക്ടറുടെ ഇഷ്ടപ്രകാരം മാറ്റുക എന്നുള്ളതായിരുന്നു എൻ്റെ ജോലി. അപ്പോൾ ഇവരെന്നെ അത് കണ്ണടച്ച് വിശ്വസിക്കുകയായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ സിംഗർ സെലക്ഷൻ ആണെങ്കിലും നമ്മുടെ ഉള്ള ലിമിറ്റിൽ വെച്ചുകൊണ്ട് ഏറ്റവും ഭംഗിയായിട്ട് ചെയ്തു എന്ന് അവർ പറയുമ്പോൾ സന്തോഷം. അതുപോലെ ഈ സമയം വേഫറിനൊരു നന്ദി പറയുകയാണ്. കാരണം ഇങ്ങനൊരു സിനിമ, പുതുമുഖങ്ങളുടെ സിനിമ സപ്പോർട്ട് ചെയ്തതിന് ഒരുപാട് നന്ദി ഈ സമയത്ത് പറയുകയാണ്. എൻ്റെ പേര് നിർമ്മലാണ്. അപ്പോൾ സാറ് ചോദിച്ചത് എന്തായാലും ഇവിടെ അത്ഭുതത്തെ ചോദിച്ചത്. കുറെ അത്ഭുതങ്ങളുണ്ട്. ഇപ്പൊ ഒന്ന് വേഫർ ഫിലിംസ് പടം നമുക്ക് സപ്പോർട്ടായിട്ട് നമ്മളിവിടെ റിലീസ് ചെയ്യിപ്പിക്കുന്നത്, പിന്നെ സുനിൽ സാറിന്റെ ഡയറക്ഷൻ, റൈറ്റിംഗ്, സാറിന്റെ ആക്ടിങ്, അങ്ങനെ കുറെ ടെക്നീഷ്യൻസിന് അവർക്ക് കാര്യങ്ങളുണ്ട്. അപ്പൊ ഇതിന്റെ റൈറ്റിംഗ് മലയാളത്തിലൂടെ ചെയ്യാൻ എനിക്ക് പറ്റി. പിന്നെ ഞാൻ ഒരുപാട് മലയാള സിനിമകള് ഒരുപാടൊന്നും ചെയ്തില്ല, പക്ഷെ ചെയ്തതിൽ അത്യാവശ്യം നല്ല അതർ ലാംഗ്വേജിൽ ഇങ്ങോട്ട് എത്തിച്ച റൈറ്റിംഗ് ആയിക്കോട്ടെ, ഡബിംഗ് ഡയറക്ഷൻ, അങ്ങനെ ഒരുപാട് വർക്ക്സ്, നല്ല വർക്ക്സ് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതിനെല്ലാത്തിനും കൊടുത്ത സപ്പോർട്ട് ഇതിനും തരിക എന്നുള്ളൊരു ഇതേ പറയാനുള്ളൂ. പിന്നെ അത്ഭുതം എന്ന് പറയുന്നത്, നേരത്തെ ലാസ്റ്റ് ഇയർ കാന്താര ചെയ്തിരുന്നു, പിന്നെ ഇപ്പൊ ദുരന്തം മലയാളം ചെയ്തിരുന്നു. അപ്പൊ അത്രയും പടത്തെ നിങ്ങളുടെ സപ്പോർട്ട് ഈ ഒരു ഇതിലും അതർ ലാംഗ്വേജ് സിനിമയായിട്ടല്ല, ഒരു മലയാളം സ്ട്രേറ്റ് സിനിമയായിട്ട് ആണ് നമ്മൾ ശരിയാക്കി എടുത്തിരിക്കുന്നത്. മൊത്തം ഡയലോഗ്സ് ആയിക്കോട്ടെ, മൊത്തം പ്രസന്റേഷൻസ്. അപ്പോ സിനിമ കണ്ടിട്ട് എല്ലാവരും അഭിപ്രായം അറിയിക്കുക. അതിനുള്ള സപ്പോർട്ടാണ് നമ്മുടെ വിജയം.